സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എസബെല്ല ദേവിയെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ശത്രുവാക്കി ചിത്രീകരിക്കുന്നുണ്ട്. അതായത് പ്രഭാവതിയുടെയും സിദ്ധാർത്ഥൻ്റെയും മുമ്പിൽ ദേവിക നന്ദനെ ദ്രോഹിക്കാൻ നടക്കുന്ന ഒരു ഭാര്യയായിട്ട് ചിത്രീകരിച്ച് നന്ദനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും നന്ദന് യാതൊരു ആപത്തും വരാതെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകയായിട്ട് മാറി അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ ഒരു മാറ്റം ദേവിക്ക് തന്നെയാണ് വിനയുണ്ടാക്കുന്നത്. കാരണം ഒരു ഭാര്യ ചെയ്യുന്ന കടമയല്ല ഇപ്പോൾ എസബെല്ല ഏറ്റെടുത്ത് ചെയ്യുന്നത് പോലെയാണ് നന്ദൻ്റെ ബെഡ്റൂമിലേക്ക് കടന്നു കയറി ചെല്ലുകയും പരിചരിക്കുകയും കെട്ടിപ്പിടിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേവിക്ക് ആദ്യമൊക്കെ കണ്ട് പ്രതികരിക്കുന്നില്ല എങ്കിലും ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം. ആ സമയത്ത് ദേവികയെ കുറ്റക്കാരിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് പ്രഭാവതിയുടെ മനസ്സിലേക്ക് ഇടം നേടാൻ ശ്രമിക്കുന്നുണ്ട് എസബെല്ല. അതിൻ്റെ ഭാഗമായിട്ട് എസബെല്ല ചെന്ന് പ്രഭാവതിയോട് പറയുന്നു, നന്ദന് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒരു നിയമത്തിനും പോലീസിനും ഞാൻ വിട്ടുകൊടുക്കില്ല, എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ കൂടെ നിൽക്കുമെന്നൊക്കെ പറയുമ്പം മോളോട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്ന് പ്രഭാവതി പറയുന്നു. നന്ദിയുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ നന്ദനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് വൈകിയാണെങ്കിലും ഇപ്പം നന്ദനും മനസ്സിലാകുന്നുണ്ട്. നന്ദന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാ എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവിക്കാണെങ്കിൽ അതൊന്നും കേട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഋഷിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇങ്ങനെ കട്ട സപ്പോർട്ടായിട്ട് എസബെല്ല കൂടെ നിൽക്കുന്നത് കൊണ്ട് പ്രഭാവതിക്ക് ദേവിയേക്കായും ഇപ്പോൾ എസബെല്ലയോടാണ് താല്പര്യം. കാരണം പോലീസ് കേസന്വേഷണത്തിൽ നിന്നും നൈസായിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത് എസബെല്ലയാണ്. എന്നാൽ കേസ് അന്വേഷണം ശക്തമായിട്ട് വേണമെന്ന് ആവശ്യപ്പെട്ട് ദേവിയാണെങ്കിൽ നന്ദനെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നോക്കുന്നത്. ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ നന്ദനാണുള്ളത് എന്ന് തിരിച്ചറിയാതെയാണ് ദേവി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതേസമയം ദേവിക എസബെല്ലയ്ക്ക് നല്ലൊരു താക്കീതും വാണിങ്ങും കൊടുക്കുന്നു. ഒരു ഭർത്താവിൻ്റെ കാര്യങ്ങളും കടമകളും ചെയ്യാൻ എനിക്കറിയാം. പരിശുദ്ധമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് ഒരു ശല്യമായിട്ട് കടന്നു വരരുത് എന്നൊരു വാണിംഗ് കൊടുക്കുന്നു. അതൊക്കെ കേട്ടിട്ട് പ്രഭാവതി പറയുന്നു, മോളെ നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എസബെല്ലയല്ലേ, നിനക്ക് അവളെ അറിയില്ലേ. ഒരിക്കലും എസബെല്ല ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്ന കുട്ടിയല്ല. ഇപ്പം നന്ദൻ്റെ ഈ മാറ്റത്തിന് തന്നെ കാരണക്കാരി എസബെല്ലയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദേവി പറയുന്നു, ഇത്ര വലിയ മാറ്റമൊന്നും വേണ്ട, അത് ഞങ്ങളുടെ ജീവിതത്തെ ബാധിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതേസമയം സിദ്ധാർത്ഥനാണെങ്കിൽ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. നന്ദന് പെട്ടെന്നൊരു പേടിയും വിഭ്രാന്തിയൊക്കെ വരാൻ കാരണം എന്താ, ശരിക്കും അന്നെന്താ സംഭവിച്ചെന്നുള്ള രൂപത്തിൽ എസബെല്ലയോട് ചോദിക്കുമ്പം എസബെല്ല ആദ്യം ഒന്ന് പതറുന്നു, എന്ത് പറയണമെന്നറിയില്ല. എന്നാൽ ഒരു കള്ളത്തരമൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്നു. താൻ നന്ദൻ വിളിച്ചത് പ്രകാരമാണ് അങ്ങോട്ടേക്ക് ചെന്നത്. നന്ദൻ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുമായിരുന്നപ്പോൾ എന്താ കാര്യമൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞാനാണ് നന്ദനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ഉള്ള കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ എസബെല്ലയോട് ഒരല്പം സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറിനും. സിദ്ധാർത്ഥനും ഇപ്പോൾ എന്ത് പറഞ്ഞാലും ദേവികയോട് വെറുപ്പാണ്. കെ നായരുടെ പ്രോജക്റ്റിൽ ഒപ്പുവെച്ച് കൊടുക്കരുതെന്ന് ശക്തമായിട്ട് വാദിച്ചിരുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും ഒപ്പിട്ട് കൊടുക്കില്ലെന്ന് ദേവിക വാക്ക് പറഞ്ഞിട്ട് ആ വാക്കാണ് ധിക്കരിച്ചത്. മാത്രമല്ല ദേവികയെ വിശ്വസിച്ച് വോട്ട് നൽകി വിജയിപ്പിച്ച ജനങ്ങളോട് ഏറ്റവും വലിയൊരു ചതിയാണ് ദേവി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ദേഷ്യം സിദ്ധാർത്ഥൻ ഇപ്പോൾ ദേവിയോടുണ്ട്. അപ്പം വീട്ടിലെല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട് നിൽക്കുവാണ് നമ്മുടെ ദേവിക. നന്ദന് പഴയ സ്നേഹമൊന്നുമില്ല. എസബെല്ലയും കെവിനും കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം ദേവിക പോലും പ്രഭാവതിയും അതുപോലെ സിദ്ധാർത്ഥൻ സാറും ഒക്കെ ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. ഗിരീഷ് ഏട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന അദ്ദേഹത്തിന് പോലും കെ നായരുടെ പ്രോജക്റ്റ് ഒപ്പുവെച്ച് കൊടുത്തതിൻ്റെ പേരിൽ ഒരല്പം നിരാശയുണ്ട്. രജനി ചേച്ചിയാണെങ്കിൽ മിണ്ടാതിരുന്ന് മിണ്ടി തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ കെ നായരുടെ പ്രൊജക്റ്റിനെ തുടർന്ന് ഗിരീഷും ദേവികയും തമ്മിൽ ചെറുതായിട്ടൊന്ന് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രജനിയും ഒരു ലിമിറ്റിനാണ് നിൽക്കുന്നത്. എല്ലാം കൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ദേവിയാണെങ്കിൽ ഒരു ആശ്വാസം എന്നോണം നമ്മുടെ അമ്മയെ വിളിക്കുന്നുണ്ട്. രാധികയെ വിളിക്കുമ്പോൾ രാധിക ചോദിക്കുന്നു, എന്താ മോളെ, എന്താ കാര്യം? അപ്പോൾ ദേവിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, കരയുന്നത് മാത്രമേ ഉള്ളൂ. നീ കരയുവാണോ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറ മോളെ, എന്താ പ്രശ്നം? അതമ്മ, എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്കും രാധികയ്ക്ക് എന്തൊക്കെയോ പേടി തോന്നി തിരിച്ച് വീണ്ടും വിളിക്കുന്നു. എന്താ മോളെ, എന്താ പ്രശ്നം? എന്താണെങ്കിലും പറ, ഈ അമ്മയോട് തുറന്ന് പറയുമ്പം നന്ദുവിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടമ്മ. കെ നായരുടെ പ്രോജക്റ്റിൽ ഒപ്പുവെച്ച് കൊടുക്കാൻ തന്നെ കാരണം നന്ദനും അതുപോലെ അമ്മയും കാരണമാണ്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, അവരാരെങ്കിലും നിർബന്ധിക്കാതെ മോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന്. എന്താ ഇപ്പോൾ പ്രശ്നം? നന്ദുവിൻ്റെ പഴയ ഒരു കൂട്ടുകാരി ഇപ്പോൾ നന്ദുവിനെ കാണാനും ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ പാർട്ട്ണർഷിപ്പായിട്ട് കൂടുന്നുണ്ട്.
എസബെല്ലയുടെ വരവോടെ നന്ദൻ ഇപ്പോൾ പഴയ പോലെ എന്നോട് യാതൊരു സ്നേഹവും ഇല്ല, ഇപ്പം മദ്യപിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേക്കും രാധികയും ആകെ ഞെട്ടി വിറച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ എന്താകുമെന്ന്. നന്ദൻ്റെ ഭാര്യയായിട്ട് വരാനാണോ എസബെല്ലയുടെ ഈ പുറപ്പാടെന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. കാത്തിരിക്കാം.